ഞാൻ ആര്യ മോഹൻദാസ് നിങ്ങൾക്കായി ഒരു അടിപൊളി ചിക്കൻ കിഴിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കിഴിക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കിലോ ചിക്കൻ, സവാള 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 2 തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഇഞ്ചി പച്ചമുളക് ചതച്ചത്, ഉപ്പ്, കരിവേപ്പില. ഇതാണ് നമുക്ക് കിഴിക്ക് ആവശ്യമായ ചേരുവകൾ. അപ്പം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചിക്കനിലേക്ക് മസാല തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് മുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മസാല ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു മസാല പിടിക്കാൻ വെക്കേണ്ടതാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴച്ചെടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുന്ന ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു വലിയ സൈസിൽ തന്നെ വേണം സവാള നമുക്ക് അരിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ അങ്ങനെയാണ് സവാള അരിഞ്ഞിട്ടുള്ളത്. ഉള്ളി ഏകദേശം നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആക്ച്വൽ ബ്രൗൺ കളർ ആവണമെന്നില്ല, കാരണം കിഴിയാക്കുന്ന സമയത്ത് നന്നായിട്ട് വേവ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ മാത്രം ഈ ഒരു സവാള വെന്താൽ മതി. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായി വഴറ്റി വരുന്ന സമയത്ത് പച്ചമുളക്, നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് പച്ചമുളക് ആഡ് ചെയ്താൽ മതി, കാരണം ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുരുമുളകും മുളക് പൊടിയൊക്കെ ഓൾറെഡി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആവശ്യത്തിന് പച്ചമുളക് ഓരോ ആൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ള വേവ് ഇതിനായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. കിഴിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഈ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ പൊരിച്ചെടുക്കാം. നല്ല രീതിയിൽ ഡ്രൈ ആവണമെന്നില്ല, ഏകദേശം ഒരു വേവിന് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കിഴി സെറ്റ് ചെയ്യാം. അതിന് വാഴയില നമുക്ക് ഗ്യാസിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച മസാല മിക്സ് ചെയ്യാം.
നല്ല രീതിയിൽ ഈ ചിക്കനും മസാലയും കൂടെ മിക്സ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ കിഴി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ച വാഴയിലേക്ക് ഈ ചിക്കനും മസാലയും കൂടെ മാറ്റാം. കിഴി കെട്ടുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കരിവേപ്പില. ഇനി നമുക്ക് കിഴി എങ്ങനെയാണ് കെട്ടുകയെന്ന് നോക്കാം. നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കിഴി നമ്മൾ ചട്ടിയിൽ വെച്ച് ആവി കൊള്ളിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് ഈ കിഴി ചൂടാക്കിയെടുക്കാം. വാഴയിലയിൽ നന്നായിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ചട്ടിയിൽ തന്നെ ഈ ഒരു കിഴി ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കിഴി ചട്ടിയിലേക്ക് ഇറക്കി വെക്കാം. ഈ വാഴയില നന്നായിട്ട് ഇങ്ങനെ ചൂടാവുന്നൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. നാടൻ രുചിയിലുള്ളൊരു കിഴിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പം നമ്മുടെ ചിക്കൻ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം.